പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 16 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. മെയ് 16 തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്നിടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവനിൽ ആശ്രയം വെക്കുന്ന നീ നിന്റെ ജീവിത ചുറ്റുപാടുകളിൽ നിന്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ, നിന്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ, നീ നിരാലംബനാകുന്ന ഓരോ നിമിഷവും
നീ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ചൈതന്യവും സാന്നിധ്യവും നിനക്ക് അവകാശവും ഓഹരിയുമൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വഴി യാത്രയിൽ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തോബിയാസ് റാഫേലിനെ പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കച്ചവട ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, മാർഗങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിൻ്റെ ജീവിത സന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളും മറ്റുള്ളവർ ഉയർത്തുന്ന മത്സരങ്ങളും നിൻ്റെ ജീവിത മാർഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ. കാനായിലെ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധ അമ്മ മറിയം നിൻ്റെ ജീവിത കണ്ണുനീരെ കർത്താവിൻ്റെ തിരുസേനയെ താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശോ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനൊക്കെ രത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിൻ്റെ കൃപയായി നിൻ്റെ ജീവിത മണ്ഡല അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവൻ രോഗമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് സാമ്പത്തികമായി ദരിദ്രം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് ജീവിതമാർഗം അടഞ്ഞു പോയതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിങ്ങൾ നിറയട്ടെ. ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നു തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ, മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല, ദൈവവുമില്ല, അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശ്ശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തികളെയും നിൻ്റെ ഒപ്പിനെയും നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകൾ നീ തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥനയോട് നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും പുരോഗമിക്കുന്നതാണ്. അത് പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത്. ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. ആ അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. ആ കാരണം ദൈവികമായ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു വരും. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടേ, മറിയത്തോട് ദൈവം ആദ്യമേ കാണുമ്പോൾ പറയണത് ഭയപ്പെടേണ്ടതാണ്. എന്നുവെച്ചാൽ ഭയപ്പെട്ടു പോയാൽ എല്ലാം തൊലയും. അതാണ് വിഷയം. ഭയപ്പെടരുത്. നമുക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത്? ഭയപ്പെടരുതെന്ന് പറയും. ഇപ്പം ചില ആൾക്കാരൊക്കെ ഈ ഇരുചങ്കന്മാരൊക്കെ ഭയപ്പെടത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരാളെ പാമ്പ് കടിച്ച്, അപ്പോൾ പാമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പാമ്പിനെ കൊണ്ടുവന്നില്ലെങ്കിലും ഡോക്ടർ അറിയാൻ കരിമുറുക്കനാണെന്ന് മനസ്സിലായി. പക്ഷെ ഡോക്ടർ പറഞ്ഞില്ല പേഷ്യൻറ്റിനോട്. എന്താണ്? അയാൾ ഭയപ്പെട്ടു പോകുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇതുപോലെ തന്നെ ഭയപ്പെട്ടാൽ എല്ലാം നശകൂടാലിയാകും. ഉടനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും,
രക്തം വ്യാപിക്കും. അതുകൊണ്ട് മറിയത്തിനോടും പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഭയപ്പെടരുത്, വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷെ ഔസേപ്പിതാവിനോട് അങ്ങനെ പറഞ്ഞില്ല, ഭയപ്പെടരുതെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഔസേപ്പിതാവ് എന്ത് ചെയ്ത്? ഔസേപ്പിതാവ് നോർമലായിട്ട് ഭയപ്പെട്ട്, മാതാവ് ഭയപ്പെട്ടില്ല. കാര്യം അതാണ് ഇത് വ്യത്യാസം വരണത്. ലൂക്ക 1:30 വായിച്ചേ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ ഇത് വിഷയം എന്ന് വെച്ചാൽ, മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് അവളോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ഭയം വരുത്തുന്ന വിഷയങ്ങളാണ് ഇനി സംഭവിക്കാൻ പോണ മുഴുവനും. ഇപ്പോൾ ആ ഡോക്ടർ പറഞ്ഞില്ലേ, കരിമുറുക്കനം കടിച്ചതെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലായി. പക്ഷേ പേഷ്യൻറ്റിനോട് പറഞ്ഞില്ല. എന്നാൽ അയാൾ പേടിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യം, ഭയപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, ഔസേപ്പിതാവ് കടന്നുപോയ വിഷയങ്ങളൊക്കെ ഭയപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വിഷയങ്ങളാണ്. എന്താ കാര്യം? അതുകൊണ്ട് ഔസേപ്പിതാവിനോട് ദൈവം ഭയപ്പെടേണ്ടെന്ന് 4 പ്രാവശ്യം, മറിയത്തിന് 1 പ്രാവശ്യം മംഗളവാർത്തയിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അതിലാദ്യം പറഞ്ഞ് ഭയപ്പെടേണ്ടതാണ്. ഔസേപ്പിതാവിന് 4 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട്, പക്ഷെ ഒരിക്കലും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞില്ല. അത് കാരണം എന്ത് ചെയ്ത്? ഔസേപ്പിതാവ് ഭയപ്പെട്ട്. മത്തായി 2:22 വായിച്ചേ. മകൻ അർക്കലാവോസാണ്, ഹെറോദസിന്റെ മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ജോസഫിന് ഭയമായി എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മറിയത്തിന് ആ ക്ലാസ് എടുക്കണില്ല. അതായത് മറിയത്തിന് എടുത്ത ക്ലാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട, 1 പ്രാവശ്യം പറഞ്ഞുള്ളൂ. ആ 1 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നീട് മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പലതരത്തിലുള്ള മനുഷ്യൻ്റെ തകർക്കണ അനുഭവങ്ങളാണ്. പ്രഗ്നൻ്റ് ആകുക, പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പോഴൊക്കെ മറിയം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തെ കാണുമ്പോൾ ഭാഗ്യവതി. എന്താ കാര്യം? കർത്താവ് നിന്നോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നീ വിശ്വസിച്ചില്ലേ. അതാണ് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയുന്നത്. വായിച്ചേ, ലൂക്ക 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറിയത്തോട് 1 പ്രാവശ്യമേ പറഞ്ഞുള്ളൂ ഭയപ്പെടേണ്ടെന്ന്. ഔസേപ്പിതാവിന് 4 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞില്ല. ഔസേപ്പിതാവ് ഭയപ്പെടുകയും ചെയ്തു, അത് നമ്മൾ കണ്ടത്. പക്ഷേ എൻ്റെ വിഷയം എന്ന് പറയണത്, മറിയത്തിനോട് 1 പ്രാവശ്യം പറഞ്ഞപ്പോൾ മറിയത്തിനൊരു 4 പ്രാവശ്യത്തിന് 40 പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ടായി മറിയത്തിൻ്റെ ജീവിതത്തിൽ. ഒരു 40 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ മറിയം കടന്നു പോകുന്നത്. മറിയം ആരാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴും പിടിയിട്ടില്ല, സത്യമായിട്ട് പിടിയിട്ടില്ല. ഒരു 40 പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട ഇടത്ത് 1 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഫിയർ നോട്ട്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് ഭയം ഇല്ലാണ്ടാകണത്. ഞാൻ ഒത്തിരി പേരെ ഈ കൗൺസിലിലൂടെ ജീവിതത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവരത് ഏശുന്നില്ല. എന്താ കാര്യം? അവർ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട്. കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചുകൊള്ളും. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മളിലൂടെ നമ്മൾ പുരോഗമിക്കുന്നത്. അല്ല ഒന്ന് പുതുക്കി ഒരു കാര്യം നടന്ന് സാക്ഷ്യം പറ, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. മറിച്ച് ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായി 0 ഫിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ 0 ഫിയറാണ്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. അല്ല അവർ കിടന്ന് കുരിശിൻ്റെ ചുവട്ടിൽ ഒരു അമ്മയല്ലേ ഒരു കുറേ ഇറച്ചിയായിട്ടല്ലേ ഈശോ മൂടി തൂങ്ങണത്. ആ
ആരായാലും വീണ് പോകണ്ടായില്ല, വീഴത്തില്ല. ഫിയർ നോട്ട് എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശുമരണത്തിൻ്റെ തലേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നു. മറിയം നാളെയാണല്ലോ ദിവസം, ഭയപ്പെടരുതെന്ന് പറയാം, പക്ഷെ പറഞ്ഞില്ല. മറിയം കുറച്ച് വിട്ട് ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ്. മറിയത്തെ കണ്ടു പഠിക്കണേ, ജീവിക്കണമെങ്കിൽ മറിയത്തെ കണ്ടുപിടിക്കണം. അതാണ് ഞാൻ പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്.